വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2, 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്നു ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. ഇത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. പാവപ്പെട്ടവരിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ദൈവിക പദ്ധതി. കാലിത്തൊഴുത്ത് ദൈവപുത്രന് ജനിക്കാനുള്ള രാജധാനി ആക്കി മാറ്റിയ ദൈവം തന്റെ പുത്രന്റെ ജനന വാർത്ത അറിയിക്കുന്നതിനു വേണ്ടി ദൂതന്മാരെ ഏർപ്പാട് ചെയ്യുകയാണ്. ദൂതന്മാർ അന്വേഷിച്ചത് ആ നാട്ടിലെ ഉന്നതസ്ഥാനീയരായിട്ടുള്ള ആളുകളെ അല്ല, പാവപ്പെട്ട ആട്ടിടയന്മാരെയാണ്. അവർ ആടുമേച്ച് അന്നത്തെ അലച്ചിലും അന്നത്തെ വിഷമങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് രാത്രി വിശ്രമിക്കുന്ന അവസരം ദൈവത്തിന്റെ ദൂതൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. സുവിശേഷകൻ നമ്മോടായിട്ട് പറയുന്നു, ദൈവിക മഹത്വത്തിൽ അവർ ആകൃഷ്ടരാകുന്നു. ദൂതൻ അവരോടായിട്ട് അറിയിക്കുന്നു, സർവ്വജനങ്ങൾക്കും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ദൂതനാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവര് ആട്ടിടയന്മാരായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിചിത്രമായ വസ്തുത. ആ ദൂത് അറിയിച്ചതിനു ശേഷം ജനിച്ച ആ പൈതലിനെ തിരിച്ചറിയുന്നതിനുള്ള അടയാളങ്ങളും ആ ദൂതൻ അവർക്കായിട്ട് വെളിപ്പെടുത്തുന്നു. ദൂത് അറിയിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആ ദൂതിന്റെ ആഘോഷകരമായ വിളംബരം എന്ന രീതിയിൽ മാലാഖമാരുടെ ഒരു ഗണം തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് സുവിശേഷകൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. വാനമേഘങ്ങളിൽ അലൗകികമായിട്ടുള്ള ഒരു ഗാനാലാപം കേൾക്കാനിടവരുന്നു. അവർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ അലൗകികമായിട്ടുള്ള ഗാനത്തിന്റെ കോറസ് അങ്ങനെയായിരുന്നു. വളരെ വിസ്മയനീയമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് അവർക്ക് അത് തീർന്നു. ഇതോടുകൂടെ ആ ദൈവികമായ മഹത്വം അവരിൽ നിന്ന് മാറ്റപ്പെടുന്നു. കാരുഷ്യവും കാപട്യവും തീണ്ടാത്ത അവരുടെ മനസ്സിലെ അവരെ അറിയിച്ച ആ കുഞ്ഞിനെ കാണുന്നതിനു വേണ്ടിയുള്ള ദാഹം ഉടലെടുക്കുന്നു. അവർ ചുറ്റുപാടും തങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവെക്കുന്നു. ഒട്ടും കാത്തു നിന്നില്ല. അവർ ആ കുഞ്ഞിനെ തേടി പുറപ്പെടുന്നു. കായൽ തൊഴുത്തിൽ ചെന്ന് കാണുന്നു. അവർക്കായിട്ട് നൽകിയ സൂചന പോലെ തന്നെ ആ കുഞ്ഞ്
പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് അരികത്ത് അമ്മയും പിതാവും നിൽക്കുന്ന ആ കാഴ്ച, എന്തോ ഒരു പ്രത്യേകത ആ കുഞ്ഞിൽ അവര് ദർശിക്കാനിട വരുന്നു. അവരുടേതായിട്ടുള്ള ഹൃദയത്തിന്റെ സമർപ്പണം ആ കുഞ്ഞിന്റെ മുമ്പിൽ കാണിച്ചു വെക്കുന്നു. അമ്മയെ അവര് പ്രത്യേകം ശ്രദ്ധിച്ചു കാണും. സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരുന്നു, അമ്മ ധ്യാനനിരതയാണ്. വാചാലമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല അമ്മ. ദൈവത്തിന്റെ പദ്ധതികൾ തന്നിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നതിന്റെ രഹസ്യങ്ങള് ധ്യാനിച്ച് മനസ്സിലാക്കുന്ന സമയമാണ് അമ്മയുടേതത്. അവർ തിരിച്ച് തങ്ങളുടേതായിട്ടുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് കണ്ടവരോടൊക്കെ പറയുന്നു ഈ സദ്വാർത്ത. നല്ല കാര്യങ്ങളാണ് അവർക്ക് പങ്കുവെക്കാനുള്ളത്. അങ്ങനെ ലോകത്തിന്റെ രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പാവങ്ങള്, ആ പാവങ്ങള് വീണ്ടും പാവങ്ങളെ അറിയിക്കുന്നു. അങ്ങനെ പാവങ്ങളിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവിക പദ്ധതിയുടെ അനാവരണമാണ് ലൂക്കാ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല.